ഇതാണ് നിങ്ങളുടെ മുഖത്തിന്റെ അവസ്ഥ. ബിക്കോസ് ഒരു കാലത്ത് എന്റെ മുഖത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ബട്ട് not anymore. Hi everyone, I'm Megha and welcome to our second episode of Anti-Acne Routine. I know ഈ ഒരു വീഡിയോ എന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞതാ, പക്ഷെ കുറേ സമയം എടുത്തു. ബട്ട് why not guys? ഞാൻ സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട എനിക്ക് എത്രമാത്രം വർക്ക് ആവുന്നുണ്ടെന്നുള്ളത്. എന്നാൽ മാത്രമല്ല എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ എന്തായാലും കാണാം. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ആൻഡ് എൻ്റെ ആക്നെ ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് എനിക്ക് ശരിക്കും വർക്ക് ആക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തേക്കണം. കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. ആ പ്രൊഡക്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ആ ഒരു പ്രൊഡക്ട്സിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് ഊറ്റി വലിച്ച് എടുക്കണം, എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എനിക്ക് ക്ലിയർ സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തേക്കണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നതാണ് കുറേ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന DIY ആൻറ്റി ആക്നെ റൂട്ടീൻ. ഐ എം വെരി എക്സൈറ്റഡ്. ഇത്രയും നാളെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വയം ഈ ഒരു റൂട്ടീൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നത്. ഐ എം വെരി എക്സൈറ്റഡ് ടു ഷെയർ വിത്ത് യു. ഓൾറെഡി ഇവിടെ ഒരു ആക്നെ ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് പീരിയഡ്സ് കംപ്ലീറ്റ് ആയുള്ളൂ. ഈ ഒരു പീരിയഡ് സമയത്താണ് എനിക്ക് പണി കിട്ടാറ്. ഇതുപോലെ നമ്മൾ വരാണ്ട് നോക്കണം ഗൈസ്. യെസ്, അത് ഞാൻ വേഗം തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ വേറെ ഒരു പരിപാടിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയണ പോലെ തന്നെ നിങ്ങൾ ഈ റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾക്ക് നല്ല 100% റിസൾട്ട്സ് കിട്ടും. അറ്റ് ദ സെയിം ടൈം റിലാക്സ് ആയിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ സ്പെഷ്യലി ഫോർ ആക്നെ ക്ലിയറിംഗ് ആയിട്ടുള്ള ഈ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നേരെ വേഗം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ബാക്കി സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. ആക്നെ ക്ലിയർ ചെയ്യാനില്ല. നോർമലായിട്ട് സ്കിൻ കെയർ ചെയ്യണോട്ട് എന്നും പറഞ്ഞ് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അതൊക്കെ ചെയ്യണം. ബട്ട് ആക്നെക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ റെമഡിയോ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. ഈ ഒരു മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്. സീറോ കോസ്റ്റ് ഗൈസ്, ഒറ്റ രൂപ കൊടുക്കണ്ട. കാരണം നമ്മളെല്ലാം ക്രിയേറ്റഡ് സ്വയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ടോപ്പിക്കിൽ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. യെസ്, നമ്മുടെ ഉമിനീര്. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് വളരെ എഫക്റ്റീവ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും മേഘയ്ക്ക് സ്വയം ചെയ്തുകൂടെ, എന്തിനാ വേറെ റെമഡീസ് ഒക്കെ ചെയ്യാൻ പോണത്? പക്ഷേ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഗൈസ് തലയ്ക്ക് വെളിവ് വേണം ആൻഡ് രാവിലെ ബോധം വേണം. ഈ രണ്ട് കാര്യം എനിക്ക് രാവിലെ ഉണ്ടാവാറില്ല. അതാ പ്രശ്നം. കാലത്ത് എണീക്കുമ്പോൾ തന്നെ എൻ്റെ ജ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ കോൾ വരും. ആ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ബാത്റൂമിൽ പോണതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന ശീലം എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു റെമഡി ചെയ്യണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മുടെ ആദ്യത്തെ ഉമിനീര് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അല്ലാണ്ട് കണ്ട ഫുൾ ഡേ ആയിട്ടുള്ള ഉമിനീരല്ല. ഫുൾ രാത്രി നമ്മുടെ വായിൽ ഡെവലപ്പ് ആവണ ഒരു സലൈവ ഉമിനീര് എന്തൊരു എഫക്റ്റീവാണ്. പക്ഷെ ഞാൻ കുറേ നാൾ ഈ ഒരു റെമഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ആ വീഡിയോ പോയി നോക്ക്. അത്യാവശ്യം പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എത്ര പേരുടെ ആക്നെ ക്ലിയർ ആയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഉമിനീരിനെ രാവിലെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ രാത്രി ബ്രഷ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. കാലത്തെ എണീറ്റ് നിങ്ങൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തോ. നമ്മുടെ രാത്രി അപ്ലൈ ചെയ്ത ആ പ്രൊഡക്ട്സ് ഒക്കെ പോകണം. ആ ലെയർ മാറണം, നമ്മുടെ ആക്നയിൽ നിന്ന് മാറണം. നോർമൽ ഡേ ടൈമിൽ എന്താ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ആണല്ലോ വന്നത്. ബട്ട് നോ, ഇത് രാവിലെ വന്നത് ഒരു മിൽക്കി ടെക്സ്ചർ ആയിട്ടുള്ളതായിരിക്കും. അതാണ് ഗൈസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ കുറച്ച് എടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. എവിടെയാണ് ആക്നെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതങ്ങനെ വിടുക. അപ്പം അത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്തോ, ബാത്റൂമിൽ പോവാ, ഫ്രഷ്. അപ്പോൾ നമ്മളത് വയ്ക്കണ പോലെ ഇരിക്കും എത്ര നാളും കൊണ്ട് നമ്മുടെ ശരിയാവും എന്നുള്ളത്. ഇപ്പോൾ അരമണിക്കൂർ വയ്ക്കണവരാണെങ്കിൽ അവരുടെ ഒരാഴ്ചയും കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി മാറും. ആൻഡ് ദ പ്ലസ് പോയിന്റ് ഈസ് ഇത് വെച്ചിട്ട് ഡാർക്ക് സ്പോട്ട്സ് വരെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ആ വീഡിയോയുടെ കമൻസിൽ ഞാൻ കണ്ടത്. ഇൻഫാക്ട് എൻ്റെ ഫ്രണ്ട്സിനോട് വരെ ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ ശരിക്കും ഇത് ഫോളോ ചെയ്യുകയും ചെയ്ത് അവരും ശരിക്കും വരെ അവരുടെ ഡാർക്ക് സ്പോട്ട്സ് വരെ മാറുന്നതായിട്ട്. സോ വൈ നോട്ട് ഗൈസ്, നമുക്ക് ഒരൊറ്റ രൂപയും കൊടുക്കണ്ട. ട്രൈ ഇറ്റ്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. ഇനി ചിലവർക്ക് ചിലപ്പോൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ കാലത്തെണീക്കുമ്പോൾ ബോധം വെളിവുണ്ടാവില്ല. ആ ഒരു കേസും ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഈ സ്കിൻ കെയർ റൂട്ടീൻ തുടങ്ങുന്നതിന് മുമ്പിൽ ഒരു മാജിക്കൽ വാട്ടർ നമുക്ക് ഉണ്ടാക്കണം. ബിക്കോസ് ഈ ഒരു മാജിക്കൽ വാട്ടർ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ്റെ പല സ്റ്റെപ്സിലും യൂസ്ഫുൾ ആവാൻ പോകുന്നതാണ്. സോ ആദ്യം തന്നെ നമുക്ക് അതുണ്ടാക്കാം. സോ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. അത് പതുക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ റെഡിയാക്കി വെക്കേണ്ടതാണ് നീം ലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യവേപ്പിൻ്റെ ഇല. ഞാനിവിടെ 2-3 തണ്ടാണ് നീം ലീഫ് എടുക്കണത്. അത്രയും മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ മഴ ഓൾറെഡി ആയതുകൊണ്ട് നമ്മൾ പിന്നീട് വീണ്ടും അതിനെ കഴുകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പറിച്ചുകൊണ്ട് വരാം, എന്നിട്ട് ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഇല ഇടാനായിട്ട്. അപ്പോൾ തന്നെ ഗ്യാസും ഓഫ് ആക്കിക്കോ. വീണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഇരുന്ന ആ വെള്ളം റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുത്തോട്ടെ. എന്നിട്ട് എന്നെ പോലെ ഇതുപോലെ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ നോർമൽ ഏത് ബോട്ടിലോ നിങ്ങൾക്ക് ആക്കി വയ്ക്കാം. ഒരു ദിവസം ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നോളും. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണമായിരിക്കും ഒന്നും കൂടെ നല്ലത് തണുത്തതിന് ശേഷം. അപ്പോൾ കുറേ നാളത്തേക്ക്
പുറത്തേക്ക് വരെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം. നീം ആര്യവേപ്പിന്റെ ഇല കിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിക്കയുടെ കുരു ഉണ്ടാവില്ല, അത് നമുക്ക് എന്തായാലും ഈസിലി കിട്ടും, കടയിലായാലും കിട്ടും. നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി. ബിക്കോസ് അത് പൊള്ളിയായിട്ട് എഫക്റ്റീവാണ്. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എന്തോ യൂസ് ചെയ്തേക്കണം. ബിക്കോസ് എവിടെയാണ് ഞാൻ നീം യൂസ് ചെയ്യണം അതിന്റെ പകരം നിങ്ങൾക്ക് ഈ ജാതിക്കയുടെ കുരു അല്ലെങ്കിൽ ജാതിക്കയുടെ ഇല ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നീമിന്റെ പൗഡറിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ജാതിക്കയുടെ പൗഡർ യൂസ് ചെയ്യാം. ഞാൻ പറയാൻ പോണ സ്കിൻ കെയറിലില്ലേ ഓരോ സ്റ്റെപ്സും ഞാൻ ഒരുമിച്ച് ചെയ്യണതായിട്ട് നിങ്ങളെ കാണിക്കണം. പക്ഷേ ഞാൻ സ്പെസിഫിക്കലി എടുത്തും കൊണ്ട് മെൻഷൻ ചെയ്യും ദാറ്റ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ രാവിലെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. അതിലൊന്നായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ രാവിലെ മാത്രം ചെയ്യണതായിട്ടുള്ളത് ഉമിനീര് അപ്ലൈ ചെയ്യണത്. ആൻഡ് ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മാത്രം അപ്ലൈ ചെയ്യണതായിരിക്കും. ചിലതെന്ന് പറഞ്ഞാൽ 2 നേരം ഉണ്ട്. ബട്ട് ചിലതെന്ന് പറഞ്ഞാൽ വീക്ക്ലി ട്വൈസ് ആയിട്ടുള്ളൂ. അപ്പം ഞാൻ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. തോന്നിയ ദിവസം കാണിച്ച് കഴിഞ്ഞാൽ പണി കിട്ടിക്കഴിഞ്ഞാൽ മേടിച്ചു വെച്ചോ. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡബിൾ ക്ലെൻസിങ്. അതിപ്പോൾ ആക്നെ ക്ലിയറിംഗ് ആയാലും നോർമൽ സ്കിൻ കെയർ ആയാലും അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും DIY വെർഷൻ ആയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം ഈ ഒരു സ്റ്റെപ്പ് രാത്രി മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീനിലെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട്. ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ കെയറിൻ്റെ ഗെയിം ചേഞ്ച് ആവും. സ്കിൻ കെയറിൻ്റെ അല്ല, ആക്ച്വലി സ്കിൻ ക്വാളിറ്റിയുടെ ഗെയിം ചേഞ്ച് ആവും. നിങ്ങൾക്ക് ആക്നേസ് ഉണ്ടാക്കാൻ പറ്റിയതായിട്ടുള്ള ഈ ഒരു പോഴ്സിനെ ക്ലോഗ് ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കംപ്ലീറ്റ്ലി മാറുന്നതാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സൂട്ട് ആവുന്നത് കോക്കനട്ട് ഓയിലാണ്. ബട്ട് വെയിറ്റ്, എനിക്കറിയാം കുറേ പേർക്ക് സ്കിന്നിനെ ക്ലോഗ് ആക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ വെച്ചിട്ട്. അവർക്ക് വേണമെങ്കിൽ ഹോഹോബ ഓയിൽ യൂസ് ചെയ്യാം. ഹോഹോബ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓയിലാണ്, അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഡെയിലി ബേസിൽ ഞാൻ യൂസ് ചെയ്യില്ല. ലക്കിലി എനിക്ക് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട്. ഞാനും റിസ്ക് എടുത്തിട്ടാണ് ഗൈസ് ആക്ച്വലി അതിനെ ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. കാരണം എല്ലാവരും പറയുമായിരുന്നു അവർക്ക് സ്കിന്നുമ കോക്കനട്ട് ഓയിൽ സൂട്ട് ആവണില്ല, ആക്നേസ് ഒന്നും കൂടെ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ എൻ്റെ സ്കിന്നുമ ടെസ്റ്റ് ചെയ്തു, എന്നിട്ടാണ് എനിക്കത് വർക്കായത്. അത് ഇപ്പം ടെസ്റ്റ് ചെയ്തതും കൂടെ അല്ല, ഇത് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യണതാണ്. ആൻഡ് എനിക്ക് സ്പെഷ്യലി ഈ ഒരു കേസിൽ വർക്കാണത് പാരഷൂട്ടിൻ്റെ ഈ ഒരു ഓയിലാണ്. എനിക്ക് അറിഞ്ഞൂടെ എന്താ ഏതാന്നുള്ളത്. ബട്ട് എനിക്ക് ഒന്നും കൂടെ എൻ്റെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ഫീൽ ആവണത് ഈ ഒരു നീല കുപ്പി യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ആൻഡ് ഇതുപോലത്തെ കുഞ്ഞി ബോട്ടിലാണ് എല്ലാം തവണ ഞാൻ മേടിക്കാറ്. ചില സമയത്ത് കനച്ചു പോവും എണ്ണ, ഞാൻ ചിലപ്പോൾ തുറന്നു വെക്കും, മറന്നു. നിങ്ങളും സ്വയം ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ സൂപ്പർ ഡ്രൈ സ്കിന്നാണ്, കണ്ടാൽ തോന്നില്ല. കാരണം അതുപോലെ ഞാൻ സ്കിൻ കെയർ ചെയ്യണത് 2 നേരം ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഫുഡ് കഴിക്കാൻ മറന്നാലും ഇത് ഞാൻ മറക്കാറില്ല ഗൈസ്. ഫുഡ് ഞാൻ മറക്കാറില്ല, ജസ്റ്റ് ഡയലോഗ് അടിച്ചതാ. ഇത് ഓയിലി സ്കിൻ ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ റെക്കമെൻഡ് ചെയ്തു, അവക്ക് വർക്കായി. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ ഓയിലി സ്കിൻ ഡ്രൈ സ്കിൻ എന്നുള്ളതല്ല, നമ്മുടെ സ്കിൻ കൺസേൺ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഇഷ്യൂവിൽ ഡിപ്പെൻഡ് ചെയ്യും അത് നമുക്ക് വർക്കാവോ ഇല്ലയോ. ആക്ച്വലി കുറേ ആവശ്യം കൂടി ഇല്ല, ഒരു കോയിൻ സൈസ് എമൗണ്ട് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഫേസും നെക്കും നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് വെച്ചിട്ട് നന്നായിട്ട് മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോകണതാണ്, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പോകണതാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പാക്കേജ് ആണ് ഗൈസ്. ആക്ച്വലി ഇത് നന്നായിട്ട് വർക്കിംഗ് ആണ്, പക്ഷെ ലക്ക് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ലക്കിനെ പരീക്ഷിച്ച് നോക്കണം ദാറ്റ് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുക ആൻഡ് പ്രാർത്ഥിച്ച് യൂസ് ചെയ്യുക. പ്ലീസ് വർക്ക് ആവണേ എന്ന് ഇതിനോട് പറയാം. പ്ലീസ് എൻ്റെ മുഖത്ത് വർക്ക് ആവണേ, പോസിറ്റീവ് അഫർമേഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും വർക്ക് ആവും. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക, ഒരു 2 to 3 minutes വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണേ, ഒന്നാമത് നമ്മുടെ ഡേർട്ട് അതെല്ലാം പുറത്തേക്ക് വരും. പ്ലസ് നിങ്ങൾ ചോദിക്കും മേക്കപ്പ് ചെയ്യണില്ല പിന്നെ എന്തിനീ ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ഡേർട്ട് പൊല്യൂഷൻ അത് തന്നെ അടങ്ങിയാൽ നമ്മുടെ സ്കിന്നിനെ കൊളമാക്കും. അപ്പം അതും ഒരു കേസുണ്ട്. അപ്പം നന്നായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ മേക്കപ്പാണോ അതും മെൽറ്റ് ആവും. ഡസ്റ്റ് പൊല്യൂഷൻ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ പോഴ്സിൽ നിന്ന് വലിച്ചത് പുറത്തേക്ക് എടുത്തോളൂ. അപ്പോൾ 2 to 3 minutes വരെ മസാജ് ചെയ്യുമ്പോൾ ഈ പരിപാടി ഉണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ല ഒരു മസാജിങ് കിട്ടും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടാത്ത എന്ന് വെച്ചാൽ ആരും അത്രയും മഹത്വം കൊടുക്കാത്ത ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ്. ബട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒരു ഗെയിം ചേഞ്ചറാ ഗൈസ്. എനിക്ക് ശരിക്കും എപ്പം മുതലാണ് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് അഡോപ്റ്റ് ചെയ്തത്, എൻ്റെ സ്കിന്നിൻ്റെ ക്വാളിറ്റി പൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തായാലും ചെയ്യും. ഇനി നിങ്ങൾ ചോദിക്കും കോക്കനട്ട് ഓയിൽ ഞങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ ഞാൻ ഒന്ന് ഹോഹോബ ഓയിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, ഇത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുള്ള ഓയിൽ യൂസ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ അത് ഭയങ്കര ഹെവിയാണ്, ഭയങ്കര തിക്കാണ്. മസാജ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര പാടാവും. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് വൈപ്പ് ചെയ്ത് കളയാം. ഞാൻ യൂസ് ചെയ്യണത് നോർമൽ മേക്കപ്പ് റിമൂവർ പാഡ്സ് ആണ്. നിങ്ങൾക്ക് നോർമൽ ടോവൽ യൂസ് ചെയ്യാം, പക്ഷേ സ്കിന്നിന് ഹർഷ് ആവരുത്, കണ്ണി കണ്ട തോർത്തൊന്നും ഉപയോഗിക്കാൻ പോകരുത്. അപ്പോൾ വേണമെങ്കിൽ
കോട്ടൺ പാഡ്സ് യൂസ് ചെയ്യാം, പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അതും യൂസ് ചെയ്യാറില്ല, കാരണം എന്തോരം വേസ്റ്റേജ് അതുകൊണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുക. ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മേക്കപ്പ് റിമൂവൽ പാഡ്സിൽ മാത്രം ചെയ്യാം. ഞാൻ ടാഗ് ചെയ്തേക്കാം എന്തായാലും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഓയിലും സ്കിന്നുമ്പോൾ സൂട്ട് ആവണില്ല, എന്നാൽ ഡബിൾ ക്ലെൻസിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റും വേണം. സോ എന്ത് ചെയ്യാൻ പറ്റും, സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോവൽ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യണ ഇതുപോലത്തെ മേക്കപ്പ് റിമൂവർ പാഡിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയേക്കണ മാജിക്കൽ വാട്ടർ ഒഴിക്കുക. എന്നിട്ട് ഫേസിനെയും നെക്കിനെയും നന്നായിട്ട് അങ്ങോട്ട് വൈപ്പ് ചെയ്യുക. എൻഡ് ഓഫ് ദ ഡേ നൈറ്റ് ടൈമിൽ ചെയ്താൽ മതി, 2 ടൈം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേയിൽ ഗ്രോ ആവണ ബാക്ടീരിയാസിനെ നന്നായിട്ട് കിൽ ചെയ്യും, അറ്റ് ദ സെയിം ടൈം പോഴ്സിനെ ക്ലീൻ ആക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് വാഷ്. ഫേസ് വാഷിന് വേണ്ടി എല്ലാവരും അടുക്കളയിലോട്ട് ഓടിക്കോ. അവിടെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് അതാണ് കടലപ്പൊടി. ഇതും വളരെ അണ്ടർ റേറ്റഡ് ആണ് കേട്ടോ, കാരണം ഈ ഒരു കടലപ്പൊടി എന്തൊരു മാജിക് ആണെന്ന് അറിയാമോ. പക്ഷേ കുറേ പേര് ഞാൻ പറഞ്ഞാൽ പോലും അവർക്ക് അറിയാൻ പോലും ഇല്ല കടലപ്പൊടി മുഖത്ത് വെക്കും എന്നുള്ളത്. ഏത് ലോകത്താണാവോ അവരൊക്കെ ജീവിക്കുന്നത്. കടലപ്പൊടി ഞാൻ മൾട്ടിപ്പിൾ വേസിൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും കടലപ്പൊടി മേടിക്കുമ്പോൾ 2 പാക്കറ്റ് മേടിക്കും. ഒന്ന് എനിക്ക് എന്താ പറയുക അടുക്കളയിൽ യൂസ് ചെയ്യാനായിട്ട് എൻ്റെ റെസിപ്പീസിൽ, പക്ഷേ രണ്ടാമത്തത് എൻ്റെ എപ്പോഴും സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ്. അത്രമാത്രം ഞാൻ കടലപ്പൊടി യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കടലപ്പൊടി വേഗം എടുത്തുകൊണ്ട് പോവാ. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ബ്യൂട്ടിഫുൾ ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് ഞാൻ ഇവിടെ എടുക്കുകയാണ്. ഡ്രൈ നീം ലീഫ് എന്ന് വെച്ചാൽ ഉണങ്ങിയ ആര്യവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം ഒരു 4 to 5 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനില്ലേ സൂര്യൻ്റെ പ്രകാശത്തിലല്ല, മറിച്ചും വീടിൻ്റെ അകത്ത് വെച്ചാണ് ഉണക്കിയത് കേട്ടോ. നന്നായിട്ട് ഉണങ്ങുമ്പോൾ എന്താ ഇതിൻ്റെ നല്ല ഗ്രീൻ കളർ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഗുണം കുറച്ചും കൂടെ കൂടുതലാണ്. ഇതിനെ ഞാൻ നന്നായിട്ട് പൗഡറാക്കി എടുത്തു. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ആണ് ഇത് വെച്ചിട്ട് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് ബേസൻ എന്ന് പറഞ്ഞാൽ കടലപ്പൊടി, ഗ്രാം ഫ്ലോർ. ഈ ഇൻഗ്രീഡിയൻസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ചെപ്പ് ഈ ഒരു ഫേസ് വാഷിന് സ്റ്റോർ ചെയ്യാനായിട്ട്. സോ ഞാനിവിടെ ഗ്രാം ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പൊടി ഒരു 4 to 5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നീം പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് 4:1 അല്ലെങ്കിൽ 5:1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എസെൻഷ്യൽ ഓയിൽ. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആക്നിനെ കാം ഡൗൺ ആക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടീ ട്രീ അല്ലെങ്കിൽ പെപ്പർമിൻറ്റ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 to 2 ഡ്രോപ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ, അതിൽ കൂടുതൽ യൂസ് ചെയ്യേണ്ട നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിനെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കുമ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂൺ നന്നായിട്ട് ഡ്രൈ ആണ്. അപ്പോൾ വേറൊരു സ്പൂൺ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എപ്പോൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക അപ്പം ഈ ഒരു സ്പൂൺ യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. രാവിലെ വൈകുന്നേരം യൂസ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ബട്ട് മേക്ക് ഷുവർ നിങ്ങളുടെ കൈകൾ ഉണങ്ങിയതായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ കൈകളും കൊണ്ട് പോയി പ്ലാമ്പരുത്. ആ ഒരു ഫേസ് വാഷ് പൂത്തു പോകും, ഒരു ദിവസം കൊണ്ട് തന്നെ പൂത്തു പോകും. പണ്ട് ഞാനിതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പൂത്തു പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പഠിച്ചു, കാരണം നമ്മുടെ വായിരിക്കട കേൾക്കാൻ അത്രയ്ക്ക് രസമല്ല. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ നിങ്ങൾക്ക് കഴുത്തും കൂടെ കവർ ചെയ്യണമെങ്കിൽ 2 സ്പൂൺ നിങ്ങൾക്ക് വേണ്ട അത്ര ക്വാണ്ടിറ്റി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾ നോർമൽ വെള്ളം ഉണ്ടാവില്ല പൈപ്പിൽ നിന്ന് വരുന്നത്, യെസ്, അത് തന്നെ ഒഴിച്ച് ഇതിനെ മിക്സ് ആക്കുക, അപ്ലൈ ചെയ്യുക. ബെസ്റ്റ് റിസൾട്ട്സിന് വേണ്ടി 2 മിനിറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ നോർമൽ ഫേസ് വാഷ് പോലെ തന്നെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്താലും നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ബെസ്റ്റ് റിസൾട്ട്സ്, അതിന് വേണ്ടി 2 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ 2 മിനിറ്റ് വെച്ചും കൊണ്ട് നിങ്ങൾ എന്തൊട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് അവിടെ വയ്ക്കുക, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് അവിടെ വയ്ക്കുക, ആ നേരം നോക്കി ബോഡി കെയർ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വാഷ് ചെയ്യും. കൂളിംഗ് സംഭവം നമ്മുടെ ആക്നെക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെച്ചാൽ അതിനെ കാം ഡൗൺ ആക്കും. സൂചിയും ഒടുക്കത്തെ വേദനയായിരിക്കും ഈ ഒരു ആക്നെ വെച്ച് കിടന്നുറങ്ങാൻ. പ്രത്യേകിച്ച് എന്നെ പോലെ മലന്ന് കിടക്കണ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമഴ്ന്ന് കിടക്കണ ആൾക്ക് അറിയാം ആക്നെ വെച്ച് ഉറങ്ങാൻ എന്ത് പാടാകാൻ. തലോടമ മുഖം വെച്ച് ഉറങ്ങാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് വെച്ചിട്ട് ആ ഒരു വേദനേനെ വളരെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ രാവിലെ വൈകുന്നേരം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ രാവിലെ നിങ്ങൾ നോർമലി കുളിക്കാൻ കയറില്ല, അപ്പോൾ യൂസ് ചെയ്യുക. വൈകുന്നേരം ഈ ഒരു ഞാൻ പറഞ്ഞ ഡബിൾ ക്ലെൻസിങ് മെത്തേഡിന് ശേഷം ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾ ഈ ഡബിൾ ക്ലെൻസിങ് എന്നെ പോലെ കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യണമെങ്കിൽ 1 to 2 മിനിറ്റ്സ് വരെ ആ ഫേസ് വാഷ് വച്ചോട്ട. നന്നായിട്ട് ഈ ഒരു ബേസൺ എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയില്ല, നന്നായിട്ട് കുറച്ചെങ്കിലും എണ്ണമായ മുഖത്തുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുത്തോളും നന്നായിട്ട്. എന്നിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. ജസ്റ്റ് ലൈക്ക് നോർമൽ ഫേസ് വാഷ്. ഈ ഒരു മെത്തേഡും പൊളിയായിട്ട് വർക്ക്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോണ 2 സ്റ്റെപ്പ്. ആഴ്ച 2 ദിവസം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അടുപ്പിച്ച് 2 ദിവസം ആക്കരുത് ഇട്ടാ. 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തെ ഇടയെങ്കിലും വിടാൻ ചെയ്യാൻ ഗ്യാപ്പ് വിടുക. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഒരു 2 സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. പോരാണ്ട് ഈ ഒരു 2 സ്റ്റെപ്പ് ഞാൻ പറയാൻ പോണത് ഒരുമിച്ച് ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ എഫക്റ്റീവ് ആയിട്ട്
ആയിട്ട് എനിക്ക് ഫീൽ ആയത്. സൺഡേ വെനസ്ഡേ അങ്ങനെ 2 ദിവസമായിട്ട് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഗ്യാപ്പ് കിട്ടും ആൻഡ് സൺഡേ എന്ന് പറഞ്ഞാൽ സമയവും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത്, സ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി പിടിക്കണം, വെറുതെ ആവി പിടിക്കരുത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മാജിക്കൽ വാട്ടർ ഇല്ലേ, അത് വേണം യൂസ് ചെയ്യാൻ. പുട്ടുകൂടെ ഉണ്ടാവില്ലേ, അതായിരിക്കും ബെസ്റ്റ് സത്യം പറഞ്ഞാൽ. അതുപോലത്തെ സ്റ്റീമർ എങ്ങുമില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ മാജിക്കൽ വാട്ടർ യൂസ് ചെയ്യുക, നീം വാട്ടർ അല്ലെങ്കിൽ ജാതിക്ക വാട്ടർ, ഏതായാലും കുഴപ്പമില്ല. അത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ കോടാലി എണ്ണ ഉണ്ടാവില്ലേ, യെസ്, നമ്മൾ പനിയിൽ ഉപയോഗിക്കണം, പനി വരുമ്പോൾ ഉപയോഗിക്കണം, വളരെ എഫക്റ്റീവാണ്. യെസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ വട്ട് പറയണമെന്ന്, പക്ഷെ സത്യം ഗൈസ്, അതിൻ്റെ ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ആക്നെക്ക് വളരെ നല്ലതാണ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും, ഈ പനി വരുന്ന അല്ലെങ്കിൽ ജലദോഷം വരുന്ന സമയത്ത് ഈ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കണതുകൊണ്ട് നമുക്ക് ആക്നെ പിമ്പിളുടെ ആ ഒരു ഇഷ്യൂ വരാറില്ല. ബിക്കോസ് നമ്മുടെ സ്കിൻ എക്സ്ഫോലിയേറ്റ് ആവണതാണ് ആ ഒരു സമയത്ത്. അപ്പോൾ വളരെ നല്ല ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് മാത്രം അടിച്ച്, അല്ലെങ്കിൽ വിക്സ്, എന്തായാലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യണത് നീം വാട്ടർ വെച്ചിട്ടാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ ഡിറ്റോ കോപ്പി നിങ്ങൾക്ക് കോപ്പി അടിക്കണമെങ്കിൽ അത് തന്നെ ചെയ്യാം. നീം വാട്ടർ വെച്ചിട്ട് സ്റ്റീം എടുക്കുക. ഓ മൈ ഗോഡ്, അതിൻ്റെ ആവിയിൽ തന്നെ ഒടുക്കത്ത കയ്പാ ഗൈസ്. ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീമിൻ്റെ ആ ഒരു ആവി. സ്കിന്നുമുള്ളൊരു ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കും. അത്രമാത്രം എഫക്റ്റീവാണ്, സൂപ്പറായിട്ട് വർക്ക് ആവുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റീം. അപ്പോൾ വെറുതെ സ്റ്റീം എടുക്കാണ്ട് അതിനകത്ത് ഇതുപോലത്തെ ചില ഇൻഗ്രീഡിയൻസ് ഇട്ടും കൊണ്ട് സ്റ്റീം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റീമിങ്ങിൻ്റെ ഗെയിം തന്നെ ചേഞ്ച് ആവണം. ജസ്റ്റ് പോൾസിനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, പോൾസ് ഓപ്പൺ ആയിട്ട് അതിലേക്ക് പോകണം, ആവിയും അടിപൊളിയായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഡീപ്ലി നമ്മുടെ പോൾസിൻ്റെ അകത്തേക്ക് പോയും കൊണ്ട് ബാക്ടീരിയസിനെ കിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ ചോദിക്കും സ്റ്റീമിങ് എത്ര നേരം ചെയ്യണം എന്നുള്ളതല്ലേ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യും. ഞാനൊരു 5 to 10 മിനിറ്റ് ചെയ്യാറുള്ളൂ. സത്യം പറഞ്ഞാൽ 5 മിനിറ്റേ ചെയ്യാറുള്ളൂ. കൂടുതൽ എനിക്ക് മടിയാവും ഗൈസ്, കുറേ നേരം എനിക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല. ആ വെള്ളം തീരുന്നവരെ എത്ര ആവി കിട്ടോ അത് ഫുൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റീമർ നല്ലതാണ്. ഇതിനെ ഞാൻ ടാഗ് ചെയ്തേക്കാം ഇൻ കേസ് നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള സ്റ്റീമർ യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റീം എടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ ആവി പിടിച്ചതിന് ശേഷം ഉടനെ വേണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ മേക്ക് ഷുവർ സ്റ്റീം എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു ഫേസ് മാസ്കിനെ ഉണ്ടാക്കി വെക്കുക. കാരണം നമ്മൾ ഈ ഒരു ആവി പിടിച്ച് കഴിയൂലേ, അപ്പോൾ നമ്മുടെ സ്കിന്നും ആ ഒരു വിയർപ്പൊക്കെ വന്ന് ഒരു നനവ് നിൽപ്പുണ്ട്. ആ ഒരു നനവിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. യെസ്, ചില സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യും, പക്ഷെ അതിനെ പ്രോപ്പർലി ചെയ്യാണ്ടാവുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്ക് സ്കിന്നും ആ ഒരു കെയർ കിട്ടാത്തത്, സ്കിന്നും ആ ഒരു റിസൾട്ട് കാണാത്തത്. അപ്പോൾ ഞാൻ പറയണ പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫാസ്റ്റർ റിസൾട്ട് ആൻഡ് കാണപ്പെടുന്ന പോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു നനവായിട്ടുള്ള സ്കിന്നുമ്പോൾ വേണം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നൗ ലെറ്റ്സ് മേക്ക് ദ ഫേസ് മാസ്ക്. ആദ്യം നമുക്ക് വേണ്ടതാണ് മുൽത്താനി മിട്ടി. അപ്പോൾ കുറച്ചാണ് ഞാൻ പൗഡർ ഫോമിൽ തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്, പക്ഷെ പെട്ടെന്ന് ഈ ഒരു സ്റ്റോൺ ഫോമിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഇത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈസി ആയിരിക്കും ഇതിനെ ഉണ്ടാക്കാനും, ബട്ട് നോ ഗൈസ്, ഒരു ട്രിക്ക് ഉണ്ട് ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 രീതി ഞാൻ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ രൂപം ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ റോ ആൻഡ് നാച്ചുറൽ ഫോമാണ് കേട്ടോ മുൽത്താനി മിട്ടിയുടെ. ഇതിനെ പൗഡർ ആക്കിയും കൊണ്ടാണ് നമ്മുടെ കയ്യിലെത്തണത്. പക്ഷേ ചിലവരൊക്കെ ഓരോന്ന് അതിനകത്ത് മിക്സ് ആക്കുകയും ചെയ്യും. പക്ഷേ ഇതിനകത്ത് ആ ഒരു കേസ് ഇല്ല. ഇത് വളരെ നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ഫോമാണ്. ആദ്യം ഞാനിതിനെ റൊട്ടിക്കോല് വെച്ചിട്ട് ഇങ്ങനെ പരത്തിക്കൊണ്ട് പൊടിയാക്കാൻ നോക്കിയിട്ടാ, പക്ഷേ യെസ് കേസ് കരിഞ്ഞു. അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം വെച്ച് അടിച്ചടിച്ച് നോക്കി, ഒരു രക്ഷയില്ലാതെ ഉടയണുണ്ടെന്നല്ലാണ്ട് പൗഡർ ആവണുണ്ടായിരുന്നില്ല, വളരെ ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി ഈ പരിപാടിക്ക് പോകണ്ടെന്നായിട്ട്, കാരണം വെറുതെ എനർജി പോകണമെന്ന് മാത്രം വെച്ചാൽ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് എന്താ പറയുക പേസ്റ്റ് ആക്കാമെന്ന് വെച്ചാൽ അതിനെ കുതിർത്താനായിട്ട് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മാജിക്കൽ വാട്ടർ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അത് അവിടെ ഇരുന്ന് കുതിരട്ടെ എന്നുള്ളതിൽ. ആൻഡ് യെസ്, ഒരു 15 മിനിറ്റ് മുതൽ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും തോറും ഇത് കുതിർന്നുകൊണ്ട് എങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഓഫ് ടർമറിക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ പുളിയൻ തൈര് ആഡ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ പാടയൊക്കെ മാറ്റിയ പാലുണ്ടാവില്ലേ, ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള, അത് യൂസ് ചെയ്യാം. നോർമലി പൗഡർ പോലെ തന്നെയാണ്, പക്ഷെ പ്യുവർ ആയിട്ടുള്ളത് കിട്ടുമ്പോൾ ഒരു ഫീല് വേറെ അല്ലേ. യെസ്, ആ ഒരു ഫീല് നല്ല രസം ഉണ്ടായിരുന്നു. 15 മിനിറ്റ് വരെ മാത്രമേ വയ്ക്കാവൂ, അതിൻ്റെ അപ്പുറം പോകരുത് കേട്ടോ. 15 മിനിറ്റ് അകത്ത് 10 to 15 മിനിറ്റിൻ്റെ ആ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് വയ്ക്കേണ്ടത്. ബട്ട് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫാനിൻ്റെ അടിയിൽ പോയി ഇരിക്കരുത്. എന്തൊക്കെ പോയാലും ഫാനിൻ്റെ അടിയിൽ പോയി ഇരിക്കരുത്. കാരണം വെറും 3 മിനിറ്റും കൊണ്ട് അത് ഉണങ്ങും. പിന്നെയും നിങ്ങൾ ചിലപ്പോൾ 10 to 12 മിനിറ്റ് വയ്ക്കും, ഒരർത്ഥം ഉണ്ടാവില്ല. കാരണം ഈ 3 മിനിറ്റും കൊണ്ട് ഉണങ്ങുമ്പോൾ ഗുണം നമുക്ക് കിട്ടൂല,
എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി കഴുകി കളയുകയും ചെയ്യും. നമ്മൾ ഉണങ്ങുമ്പോൾ നമുക്ക് ആ സ്കിന്നും ആ ഒരു വലിവ് വരും. പക്ഷെ എന്നിട്ട് നിങ്ങൾ ആ ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഒരു 10 to 12 മിനിറ്റ് വരെ വെച്ച് കഴിഞ്ഞാൽ ചുളിവിൻ്റെ സീൻ ഉണ്ടാവും. നമ്മുടെ സ്കിന്നുമ റിങ്കിൾസ് വരാനായിട്ട്. അതുപോലെ നമ്മുടെ സ്കിന്നുമുള്ള നാച്ചുറൽ ഓയിലിനെ ഇത് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഇതിനെ കുറേ നേരം വയ്ക്കാണ്ടിരിക്കുക, ഡ്രൈ ആക്കാണ്ടിരിക്കുക, സ്കിന്നുമുള്ള നാച്ചുറൽ ഓയിലിനെ തൊട്ട് കളിക്കാണ്ടിരിക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ട്, അത് അവിടെ ഇരുന്നുകൊണ്ട് വേണം നമ്മൾ പുറത്തുനിന്ന് ഇതൊക്കെ കളിക്കാനായിട്ട്. വാഷ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങോട്ട് കഴുകി കളയരുത്, മസാജ് ചെയ്തും കൊണ്ട് വാഷ് ചെയ്യുക. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട്സ് അല്ലെങ്കിൽ ആക്നെയൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ പതുക്കെ വേണം ചെയ്യാനായിട്ട്. വേദനിപ്പിച്ചും കൊണ്ട് വല്ലതും ചെയ്താൽ അത് പരക്കും, വേണ്ടാത്ത പണിക്ക് പോകണ്ട. ഓക്കെ, പതുക്കെ 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 ചെയ്തും കൊണ്ട് വാഷ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റീമിങ്ങും ഫേസ് മാസ്കും ഒരേ ദിവസം തന്നെ ആയിട്ട് ചെയ്യുക, ആഴ്ച 2 ദിവസം ചെയ്യുക. ബിക്കോസ് രണ്ടിൻ്റെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ പൊളിയായിട്ട് വർക്ക് ആവുന്നതാണ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പാണ് ടോണർ. ഒരു കപ്പ് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ml അത്രയും വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഓടണം. എന്തിനാ? ആരോഗ്യതല പറക്കാനായിട്ട്. ആൻഡ് ആസ് യു ഗൈസ് കെൻ സി, അത്യാവശ്യം ഓൾറെഡി ലോഡ് ഉണ്ട് എൻ്റെ അടുത്ത്. കാരണം എനിക്ക് ഇതന്നെ ആയിരുന്നല്ലോ പരിപാടി, ഈ ഒരു റെമഡീസ് യൂസ് ചെയ്യാന്നുള്ളത്. സോ ഇത്രയും ആവശ്യമില്ല. ഈ ഒരു ടോണറിന് നമുക്ക് 2 to 3 തണ്ട് അത്രയും ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ ഇല ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് അവിടെ ലോ ഫ്ലെയിമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ പതുക്കെ ഇരുന്ന് അങ്ങോട്ട് സിമ്മറാവട്ടെ. അപ്പോഴേക്കും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഗ്രീൻ ടീ. അപ്പോൾ തുളസി അടങ്ങിയിട്ടുള്ളതാണ് ഗ്രീൻ ടീ എൻ്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യണത്. ഇൻ കേസ് ഗ്രീൻ ടീ ഇല്ല എന്നാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള തുളസി ഇല നമ്മുടെ മുറ്റത്ത് നിൽക്കില്ലേ, അത് യൂസ് ചെയ്താൽ മതി. ഒരു 5 to 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 to 10 ഇടയ്ക്ക് വന്ന രീതിയിൽ ഇല നിങ്ങൾ യൂസ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് അതിട്ടതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് തിളപ്പിക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ അത്രയാണ് ഗ്രീൻ ടീ യൂസ് ചെയ്യണത്. ഇവിടെ ആർത്തി കൂടിയപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് കുറച്ചും കൂടെ നീം ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്, എന്തായാലും ഒരേപോലെയൊക്കെയാണ് എഫക്റ്റ് വരാൻ പോണത്. ഒരു 5 മിനിറ്റ് വരെ ഞാനിതിനെ ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചും കൊണ്ട് ഇതുപോലെ തിളപ്പിക്കുകയാണ് കേട്ടോ. സോ ഈ ഒരു കപ്പ് എന്നുള്ള വെള്ളം വളരെ കുറഞ്ഞ് വരും, നല്ലൊരു സ്ട്രോങ് കോങ്കോക്ഷൻ ആയിട്ട് മാറും നമ്മുടെ ടോണറിന് വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. ആൻഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇതിൻ്റെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഒരു 5 to 10 മിനിറ്റ് നമ്മൾ വെറുതെ അടച്ചു വെക്കുക. എന്നിട്ട് ഞാനിതിനെ ഒരു അരിപ്പ യൂസ് ചെയ്തും കൊണ്ട് സ്ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാവണ വരെ എന്നെ തണുപ്പിക്കണം. പക്ഷേ എനിക്ക് ഒട്ടുമേ ക്ഷമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേഗം അരിക്കലും ഇതിനെ ഫാൻ്റെ അടിയിൽ വെച്ച് തന്നെ തണുപ്പിക്കണം. എന്നാലും ചെയ്താലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിലാക്കി മാറ്റണം എന്നുള്ളൂ. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം നിങ്ങൾ യൂസ് ചെയ്യണം, അങ്ങനെയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണതാണ് ആപ്പിൾ സൈഡർ വിനേഗർ. വിത്ത് മദർ ഉള്ളതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്യണം, നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയും മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഞാൻ ഇതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ബിക്കോസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നോർമൽ ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് നോർമലി കയ്യിലെടുത്തും കൊണ്ട് ഇത് ടോണറായിട്ട് അപ്ലൈ ചെയ്താൽ മതി. 2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജ് ഇല്ലെന്നാണെങ്കിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് 3 to 4 ദിവസം വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ടോണറിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ACV എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ സൈഡർ വിനേഗർ. എല്ലാവരും മേടിച്ചിരിക്കില്ല, എല്ലാവരുടെയും വീട്ടിൽ വെറുതെ അങ്ങോട്ട് അവൈലബിൾ ആയെന്നിരിക്കില്ല. നോർമൽ വിനേഗർ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. കാരണം ഞാൻ സ്വയമായിട്ട് ട്രൈ ചെയ്യാത്ത കാര്യം നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യാനും ഞാൻ പോണില്ല. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട. അതല്ലാണ്ടുള്ള എത്ര ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കണേ, അത് വെച്ചിട്ട് ഈ ഒരു ടോണർ ഉണ്ടാക്കുക, യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സൈഡർ വിനേഗർ ഇല്ല, അതിൻ്റെ പകരം 1 അല്ലെങ്കിൽ 2 ഗ്രാമ്പു ഉണ്ടാവില്ലേ, ക്ലോവ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും ഈ ടോണർ പൊളിയായിട്ട് വർക്കാണ്. കാരണം അത് ഇട്ടിട്ട് ഞാൻ ടോണർ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ടോണർ യൂസ് ചെയ്യുക. ആൻഡ് റെഗുലർ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷിന് ശേഷം കുളിച്ചിറങ്ങൂലേ, ഫേസ് വാഷ് ഒക്കെ ചെയ്ത് എന്നിട്ട് വേണം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഫേസും നെക്കും ബാക്ക് ഓഫ് ദ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തു. ആൻഡ് ഈ ഒരു ടോണർ നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ബാക്കിന് എന്ന് വെച്ചാൽ ബാക്കിലൊക്കെ ആക്നെ അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലുമൊക്കെ ആക്നെ ഉണ്ടെങ്കിൽ അവിടെയും യൂസ് ചെയ്യാം. അവിടെയും ഈ ഒരു ടോണർ നന്നായിട്ട് വർക്ക് ആവുന്നതാണ്. ഈ ഒരു ACV ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ടോണർ യൂസ് ചെയ്യണമെങ്കിൽ കണ്ണൊക്കെ അടച്ച് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കണ്ണിൽ പോയാൽ നീരി പണ്ടാറടങ്ങും. സോ അത് സൂക്ഷിക്കുക. കാരണം ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വേണ്ട ഭാഗങ്ങളിൽ മാത്രം സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ടാപ്പ് ആയിട്ട് ഇങ്ങനെ പതുക്കെ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. ഇട്ട് ഉരയ്ക്കരുത്, പതുക്കെ പതുക്കെ സ്നേഹിച്ചും കൊണ്ട് മസാജ് ചെയ്യുക. ഫാൻ്റെ അടിയിൽ നിൽക്കുക, അപ്പോൾ കുറേയൊക്കെ അബ്സോർബായി പൊക്കോളും. എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാനായിട്ടുള്ളത്, വിച്ച് ഈസ് മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ എന്താ സിറം ഇല്ലാത്ത? ബിക്കോസ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ സിറം പ്ലസ് മോയ്സ്ചറൈസർ ആണ്, രണ്ടുമേ ഒരുമിച്ച്. കുറേ ലെയർ ചെയ്യണ, തലവേദനയും വേണ്ട, അറ്റ് ദ സെയിം ടൈം രണ്ടും ബെനിഫിറ്റ് നമുക്ക് ഒരുമിച്ച്
തേച്ച് കിട്ടുന്നതാണ്. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നും കൊണ്ട് എൻ്റെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഓടേണ്ട ആവശ്യമില്ല. ബിക്കോസ് എനിക്കും പൊളിയായിട്ട് വർക്ക് അയക്കണ ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം ഓയിലി ഗ്രീസി ആക്കില്ല ആൻഡ് നമ്മുടെ ആക്നെ പൊളിയായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യണതാണ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. അഗെയിൻ ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് എടുക്കേണ്ടതാണ് അലോവേറ ജെൽ. നല്ല പ്യുവർ ഫോമിൽ എടുക്കാൻ ഞാൻ യൂസ് ചെയ്യാറ് ഈ ഒരു വിൽവയുടെ അലോവേറ ജെല്ലാണ് കേട്ടോ. അപ്പോൾ വേണ്ട അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തോ. അപ്പോൾ റേഷ്യോ മാത്രം നിങ്ങളൊന്ന് കുറച്ച് നോക്കിയാൽ മതി. അത് റേഷ്യോ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ഇവിടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഇതൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷനാണ് ബദാം ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ വേണ്ടതാണ് ഹോഹോബ ഓയിൽ. ഇത് മൂന്നിന്ന് ഏതെങ്കിലും ഒന്നിട്ട. അപ്പോൾ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഏത് മെഡിക്കൽ ഷോപ്പിലും സുഖമായിട്ട് 50 രൂപയുടെ അകത്ത് തന്നെ നിങ്ങൾക്ക് 10 എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കണതാണ് ഹോഹോബ ഓയിൽ. എന്നിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒരേ ഒരു ഡ്രോപ്പ് പെപ്പർമെൻറ്റ് ഓയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, നോ പ്രോബ്ലം. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിനും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി നല്ലൊരു മോയ്സ്ചറൈസർ ക്രീമി ഫോമിൽ വരുന്ന വരെ ഞാൻ നന്നായിട്ട് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തുകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. സ്പൂൺ യൂസ് ചെയ്യുക. കുറേ ക്വാണ്ടിറ്റി ആണെങ്കിൽ മിക്സറിൽ വരെ നിങ്ങൾക്ക് ഇട്ട് അടിക്കാം. അപ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്ന വരെ ഞാൻ കുറച്ചും കൂടെ ഹോഹോബ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോക്സ്, നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബോക്സിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ ഫേസ് വാഷിൽ യൂസ് ചെയ്തിരുന്ന ഒരു ചെപ്പില്ല അതുപോലത്തെയാലും കുഴപ്പമില്ല. പക്ഷേ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടിരിക്കണം. സ്റ്റോർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സുഖമായിട്ട് ഫ്രിഡ്ജിൽ പോലും വയ്ക്കാതെ റൂമിൽ വെച്ചും കൊണ്ട് 2 to 3 months വരെ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. മോയ്സ്ചറൈസർ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, നോർമൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണ പോലെ തന്നെ അപ്ലൈ ചെയ്യുക. ടോണറൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു പതുക്കെ നനവായിട്ടുള്ള ഒരു സ്കിന്നിലേക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു സ്കിൻ കെയർ നിങ്ങൾ ചെയ്യുമ്പോൾ രാവിലെ ഒക്കെ നമ്മൾ ചെയ്യും, അതിനുശേഷം നമുക്ക് ജോലികളുണ്ട്. ബട്ട് രാത്രി കിടക്കണേന് 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുമ്പെങ്കിലും ചെയ്യണം കേട്ടോ. അതൊന്ന് സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആവട്ടെ, നന്നായിട്ട് അബ്സോർബ് ആവട്ടെ. കാരണം അപ്ലൈ ചെയ്ത് ഉടനെ പോയി കിടന്നു കഴിഞ്ഞാൽ ഫുൾ തലോളനിട്ട് പ്ലാമ്പും, തലോണ പൊളി ഗ്ലോയിങ് ആവും, നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുമില്ല. അപ്പോൾ അതെന്തായാലും മേക്ക് ഷുവർ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് അത് അബ്സോർബ് ആവട്ടെ, എന്നിട്ട് കിടന്ന് ഉറങ്ങുക. ബട്ട് രാവിലെ ഈ മോയ്സ്ചറൈസറിൻ്റെ സ്റ്റെപ്പിന് ശേഷം ഒരു നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ആക്നെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള നല്ല സൺസ്ക്രീൻ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. നോർമലി ഞാൻ യൂസ് ചെയ്യണ സൺസ്ക്രീൻ ആയാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സൺസ്ക്രീൻ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഓപ്ഷൻ എന്നോട് കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, സ്കിൻ കൺസേൺ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതാണ് അതിൽ നിന്ന് ഞാൻ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സൺസ്ക്രീൻസ് എന്നുള്ളത്. പക്ഷേ സൺസ്ക്രീൻ DIY വെർഷൻ ഞാൻ ഷെയർ ചെയ്യില്ല. ബിക്കോസ് ഇതുവരെയും അങ്ങനെ ഒരു റെഗുലർ ബേസിസിൽ ഞാൻ DIY വെർഷൻ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല. എന്നെങ്കിലും അങ്ങനെ ഉണ്ടാക്കി യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടുകയാണ്, എനിക്ക് ശരിക്കും സണ്ണിൽ നിന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുള്ളൂ. കാരണം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് എന്ത് സ്കിൻ കെയർ ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ളത് എനിക്ക് പിടികിട്ടിട്ടില്ല. ഞാൻ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ പോലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, ഫുൾ ബോഡി യൂസ് ചെയ്യാറുണ്ട് ഗൈസ്. യെസ്, ഞാൻ വിടാറില്ല. അതുപോലെയാണ് എൻ്റെ സ്കിന്നുമേ ആ ഒരു റിസൾട്ട് കാണുന്നത്. മേ ബി ഈ എല്ലാ സ്റ്റെപ്പും ഞാൻ സീരിയസ്ലി എടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ സ്കിന്നും ആ ഒരു റിസൾട്ട് നിങ്ങൾ കാണും. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫുൾ സ്റ്റെപ്പ് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഗൈസ്, 1 മാസം കൊണ്ട് നിങ്ങളുടെ സ്കിൻ ഗെയിം ചേഞ്ച് ആവും. നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോ എൻ്റെ അടിയിൽ കമൻറ്റിൽ ഒന്ന് പറയുകയും ചെയ്യും ദാറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനാണ് നിങ്ങളുടെ സ്കിൻ പൊളിയായിട്ട് ആയി എന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയാം കേട്ടോ. ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ വളരെ എഫക്റ്റീവ് ആണ് ആക്നെ മാറ്റാനായിട്ട്. ഒരിക്കലും ദയവ് ചെയ്ത് ഒരിക്കലും സ്കിന്നുമ്മ ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യരുത് കേട്ടോ. വെള്ളത്തിൽ വെറുതെ കലക്കും കൊണ്ട് അപ്ലൈ ചെയ്യുക, ആ പരിപാടി ഒന്നും ചെയ്യാൻ പോകരുത്. കാരണം ആഫ്റ്റർ ഓൾ വെള്ളം ഉണങ്ങി പോകും, ആ ഓയിൽ മാത്രം സ്കിന്നുമ്മ നിൽക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബേസ് യൂസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഈ ഒരു ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ സ്കിന്നുമ്മ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ രീതി എങ്ങനെയാണോ അത് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ഒരിക്കലും യൂസ് ചെയ്യരുത്. കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, ഞാൻ പറയാറുണ്ട്, എന്നിട്ട് പോലും കേൾക്കാത്ത കുറേ എണ്ണങ്ങളുണ്ട്. യൂസ് ചെയ്തതിന് ശേഷം പണി കിട്ടും ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. DIY ആണ്, നാച്ചുറൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് അമിതം എപ്പോഴും വിഷമാണ്. സോ ഗോ ഫോർ ദാറ്റ് അമൃതം വേ. സോ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ പോലും ഏത് ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തേക്കണം അത് തന്നെ സെയിം ആയിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. അവിടെ പോയി സുഖമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയതാണ്. വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കണം ഓരോ സ്റ്റെപ്പിലും ഏത് സ്റ്റെപ്പായാലും അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻസിലൊന്ന് ചോദിക്കുക, എന്നിട്ട് മാത്രം ഇത് ചെയ്യുക ഫോർ എന്താ പറയുക ബെറ്റർ റിസൾട്ട്സ്.
എൽസ് ഇട്ട്. അപ്പോൾ എന്തായാലും ചോദിക്കുക, എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കുക. ഇൻഗ്രീഡിയൻസിൽ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ ഇടാ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ഒരു പാർട്ട് 3 ബാക്കിയുണ്ട്. ഇപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് DIY വന്നത്. ഇനി നമുക്ക് അടുത്ത പോലെ കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിക്കോസ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സ്കിൻ കെയറിൻ്റെ പരിപാടിക്കേ പോകേണ്ടി വരില്ല. നോർമലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വെച്ചും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയതാണ്. ബിക്കോസ് ഇപ്പം ഞാൻ ആക്നെ ക്ലിയറിങ് ആയിട്ടുള്ള റൂട്ടീൻസ് ഒന്നും ചെയ്യാറില്ല. എനിക്ക് ആക്നെ വന്നപ്പോൾ DIY വെർഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് വെർഷൻ ആയാലും ഈ വെർഷൻ ആയാലും ഇപ്പം ഒന്നും ചെയ്യാറില്ല. ബിക്കോസ് ഞാൻ മേക്ക് ഷുവർ ചെയ്യും എനിക്ക് ആക്നെ വരാണ്ടിരിക്കട്ടെ എന്നുള്ളത്. കാരണം അത് വന്നു കഴിയുമ്പോൾ അതിനെ മാറ്റാൻ, പിന്നെ അതിന് ശേഷമുള്ള ഡാർക്ക് സ്പോട്ട് മാറ്റാൻ കുറേ പരിപാടികളുണ്ട് ഗൈസ്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വന്നതാണ്. ലെറ്റ് മീ നോ നിങ്ങൾ എത്ര മാത്രം എക്സൈറ്റഡ് ആണ് ആ ഒരു വീഡിയോന് വേണ്ടി. ബിക്കോസ് ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഫുൾ റൂട്ടീൻ വീഡിയോ ആണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇൻക്ലൂഡിങ് ഫുഡ്. യെസ് ഗൈസ്. സോ യെസ്, അപ്പോൾ എന്തായാലും പറയാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോനുള്ള എക്സൈറ്റ്മെൻറ്റ് എത്ര മാത്രം ഉള്ളതെന്നുള്ളത് കമൻസിൽ അങ്ങോട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വ്ളോഗ് ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ളത്. സോ എല്ലാവരും സുന്ദരി മണികളാവട്ടെ, ക്ലിയർ സ്കിൻ വെച്ചിട്ട് റോൾ അടിക്കട്ടെ. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് ദുർഗ. താങ്ക് യു സോ മച്ച് ദുർഗ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുക്കുക, നിങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് കാണാം. ചേക്കൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ ബൈ.